حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. ആ ബനൂ ഇസ്രായേലിൽ അള്ളാഹു അവസാനമായി നിയോഗിച്ച പ്രവാചകനാണ് ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പ് നിയോഗിച്ച ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അന ഔലൻ നാസു ബിഈസ ഇബ്നു മറിയം, ജനങ്ങളിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഞാനാണ്. ലിഅന്നഹു ലം യകുൻ ബൈനഹു വ ബൈനഹു നബിയ്യുൻ, കാരണം എൻ്റെയും ഈസയുടെയും ഇടയിൽ മറ്റു പ്രവാചകന്മാർ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിലും പരലോകത്തും ഈസയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഞാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട, തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കപ്പെട്ട, ആരാധിക്കപ്പെട്ട പ്രവാചകന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രവാചകനാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ 3 തരത്തിലുള്ള വിശ്വാസ കോണുകൾ ലോകത്തുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വിശ്വാസത്തിൽ, കാഴ്ചപ്പാടിൽ അങ്ങേയറ്റം ജീർണത ബാധിച്ച ദൂതന്മാരാണ്. അവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത് ജാരസന്തതി എന്നാണ്, കള്ളവാദിയും സാഹിറുമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. നഊദു ബില്ലാഹ്. രണ്ടാമത്തെ വിഭാഗം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അതിവാദം പറഞ്ഞ് ആരാധ്യന്റെ ദർജയിലേക്ക് ഉയർത്തുകയും ഒടുവിൽ അള്ളാഹുവിന്റെ പുത്രനെന്ന ഗൗരവകരമായ വാദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ക്രൈസ്തവരാണ്. ഈ 2 വിശ്വാസങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിശ്വാസങ്ങളിൽ നിന്നും സമൂഹത്തെ ശരിയായ വിശ്വാസങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് നിയോഗിച്ചത്. ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യമായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ വേദഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമെന്നുള്ളത് വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് കൊടുക്കാൻ വേണ്ടിയുമാണ്. ഈ വേദഗ്രന്ഥത്തിന്റെ ഒരു ലക്ഷ്യമായി അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ഇതിനെക്കുറിച്ച് ഏതൊരു അറിവുമില്ല. കബുറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്നും പുറത്തു വരുന്ന ഈ വാദം എത്ര ഗൗരവപ്പെട്ടതാണ്. ഈ യഖൂലൂന ഇല്ലാ കദിബ, അവർ കള്ളമല്ലാതെ പറയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഏറ്റവും പിഴച്ച വാദങ്ങളാണ് ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളുകൾ ആരാധിക്കുന്ന ആരാധ്യനായി സ്വീകരിച്ചിട്ടുള്ള പ്രവാചകനാണ്, വ്യക്തിയാണ്, സൃഷ്ടിയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ വിശ്വാസം എന്തായിരിക്കണം എന്നുള്ളത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ 35 തവണയാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചത്. ധാരാളം സവിശേഷതകൾ പഠിപ്പിച്ച,
ഒരുപാട് മുഅ്ജിസത്തുകൾ ജീവിതത്തിൽ പ്രകടമാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയ പ്രവാചകനാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അത്ഭുതമാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിന്റെ സ്പർശനമില്ലാതെ, ഒരു ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ പ്രസവിച്ച മകനാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം ലോകരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠമുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യമില്ലാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതുപോലെ ഒരു പിതാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യത്തോടുകൂടി ലോകത്തുള്ള ബാക്കിയുള്ള മുഴുവനും ജനിക്കുമ്പോൾ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സാന്നിധ്യമില്ലാതെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഒരു പിതാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും സൃഷ്ടിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലക്കും സൃഷ്ടികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നും അവൻ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരെയും ഏത് രൂപത്തിലും സൃഷ്ടിക്കുന്നവനാണ് എന്നുമാണ് ആ സൃഷ്ടിപ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിചാരലുകൾ കേൾക്കേണ്ടി വന്ന തൻ്റെ ചാരിത്രശുദ്ധിയെ അത് ജനങ്ങൾ കളങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരു അവസ്ഥാവിശേഷമുണ്ടായി. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ച കൈക്കുഞ്ഞിനെയുമായി സമൂഹത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ആക്ഷേപിക്കുകയാണ്. യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു തോന്നിവാസിയായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല, പിന്നെ എന്തേ ഇങ്ങനൊരു സ്വഭാവം, ഇങ്ങനൊരു പ്രവർത്തനം നിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സങ്ങേയറ്റം വേദനിക്കുമാറ് സമൂഹ മധ്യത്തിൽ ആളുകൾ ആക്ഷേപിക്കുകയും പരിഹാസപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിലേക്ക് കൈ ചൂണ്ടി ഫഅശാറ ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു. ഒന്നും മിണ്ടിയില്ല. ആളുകൾ ചോദിച്ചു, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. ഈ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്? കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി എന്ത് വർത്തമാനം പറയാനാണ് എന്ന ആക്ഷേപസ്വരത്തിൽ മറുപടി തുറന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൊണ്ട് സംസാരിപ്പിച്ചു. തൊട്ടിൽ കിടന്ന് സംസാരിച്ച 3 കുട്ടികളെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലൊന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുകയും എന്നെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അനുഗ്രഹീതനാക്കി തീർത്തിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ജീവിക്കുന്ന കാലമത്രയും സകാത്ത് കൊടുക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് അനുശാസിച്ചിരിക്കുന്നു. വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ സഖിയ, എന്റെ മാതാവിനോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ അല്ലാഹു എന്നോട് അനുശാസിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമാക്കി മാറ്റിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അദ്ദേഹത്തിന്റെ ജനനം തന്നെ അത്ഭുതമാണ്. പിതാവിന്റെ സാന്നിധ്യമില്ലാതെ അത്ഭുതകരമായി ജനിച്ചതുകൊണ്ട് താൻ ദിവ്യത്വമുള്ള ആളാണെന്നോ, അല്ലെങ്കിൽ പിതാവിന്റെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് ഒരു ദൈവത്തിന്റെ പുത്രനാണെന്നോ, അല്ലെങ്കിൽ 3 ഒരാളാണോ എന്ന് സമൂഹം വിശ്വസിക്കാതിരിക്കാൻ, ആ ഒരു വിശ്വാസത്തിലേക്ക് പോകാതിരിക്കാൻ തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഒരു ദാസൻ മാത്രമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ആ നിലക്ക് ജനനം അത്ഭുതകരമായതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. ധാരാളം മുഅ്ജിസാത്തുകൾ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. വെള്ളപ്പാണ്ട് രോഗികളുടെ രോഗം ഭേദമാക്കിയതും, ജന്മന അന്ധരായവരുടെ അന്ധതയ്ക്ക് കാഴ്ച നൽകിയതും, അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾക്ക്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾക്ക് ജീവൻ നൽകിയതും, മരിച്ചുപോയവരെ ജീവിപ്പിച്ചതും, അങ്ങനെ ഒട്ടനേകം മുഅ്ജിസത്തുകൾ അല്ലാഹു അദ്ദേഹത്തിലൂടെ പ്രകടമാക്കി.
അത് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നിടത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതാണ്. ഇതൊന്നും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവ്യത്വമായി കൊടുത്തതോ അദ്ദേഹത്തിന് ഒരു കഴിവായി കൊടുത്തതോ അല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രവാചകന്മാരെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവരുടെ മുഅ്ജിസത്തുകളും അവരുടെ കറാമത്തുകളും പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഔലിയാക്കൾക്ക് കറാമത്ത് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നൽകിയത് ഞങ്ങൾക്ക് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, അതവർക്ക് അനേകം ഉപയോഗപ്പെടുത്താൻ അതേപോലെ തന്നെ ഉപയോഗിക്കാനുള്ള കഴിവായി അള്ളാഹു നൽകിയത് എന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്തുമ്പോൾ, സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയ മുഅ്ജിസത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പ്രത്യേകം ഓരോന്നും പറയുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് വഇദ് തഖ്ലുഖു മിനത്തീനി കഹൈഅത്തി ത്വയ്രി ബിഇദ്നി ഫതൻഫഖു ഫീഹാ ഫതകൂനു ത്വയ്റൻ ബിഇദ്നി. കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും എന്നിട്ട് അതിൽ ഊതി അതിന് ജീവൻ നൽകിയത് ബിഇദ്നി, എന്റെ അനുമതി പ്രകാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറയുന്നു. വതുബരിഉൽ ലക്മഹ വൽ അബ്റസ ബിഇദ്നി. അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗികൾക്ക് അവരുടെ രോഗം ഭേദമായതും കാഴ്ചയില്ലാത്തവർക്ക് അവർക്ക് കാഴ്ച ലഭിച്ചതും ബിഇദ്നി, എന്റെ അനുമതി പ്രകാരമാണെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തി. വഇദ് തഖ്റുജുൽ മൗത ബിഇദ്നി, അതേപോലെ തന്നെ വഇദ് തുഖ്രിജുൽ മൗത ബിഇദ്നി, അതേപോലെ മരിച്ചവർക്ക് ജീവൻ നൽകിയതും എന്റെ അനുമതി പ്രകാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ലോകത്ത് കടന്നു വന്ന ഏതൊരു പ്രവാചകനും ആ പ്രവാചകന്മാരിലൂടെ അല്ലാഹു മുഅ്ജിസത്തുകളെ പ്രകടമാക്കിയത് സമൂഹത്തിൽ അവരുടെ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. സമൂഹം അവർ പ്രവാചകന്മാരാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് കറാമത്ത് നൽകിയത് അല്ലാഹു അവരെ ആദരിച്ചുകൊണ്ടാണ്. അല്ലാഹു അവരെ ആദരിച്ചുകൊണ്ടാണ് അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ പ്രകടമാക്കിയിട്ടുള്ളത്. അതൊരിക്കലും അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുള്ള കഴിവല്ല, അവർ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അവർക്ക് നൽകിയിട്ടുള്ള കഴിവുകളല്ല. മറ്റുള്ള മനുഷ്യന്മാർക്ക് സാധാരണഗതിയിൽ വ്യത്യസ്തങ്ങളായ കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യഥേഷ്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന് കീഴെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതേസമയം പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കിയ മുഅ്ജിസാത്തുകൾ അതൊരിക്കലും സമൂഹത്തിന്റെ മുമ്പിൽ അവരുദ്ദേശിക്കുന്ന കോലത്തിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിൽ വടിയുമായി കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ ഈ വടി കൊണ്ട് കടലിലടിച്ചാൽ കടൽ രണ്ടായി പിളരുമെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്നു, അദ്ദേഹം ചെയ്തത് കടലിൽ അടിക്കുക മാത്രമാണ് ചെയ്തത്. അതേപോലെ തന്നെ അദ്ദേഹം കയ്യിലുള്ള വടി താഴെയിടുമ്പോൾ അത് പാമ്പായി മാറുകയാണ്. തന്റെ കയ്യിലുള്ള വടി താഴെയിട്ടത് പാമ്പായി മാറുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സിൽ പേടി ജനിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉള്ള ഒരു കഴിവായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പേടിക്കുമായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൂസാ നീ ഭയപ്പെടേണ്ട, അതിനെ കൈകൊണ്ടെടുക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. മറിയം ബീവി, അതേപോലെ തന്നെ വലിയത്തായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണങ്ങൾ ഇറക്കി കൊടുക്കുന്നതിനെ കുറിച്ച് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. മിഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സന്നിധിയിൽ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കറാമത്ത് ഇറങ്ങുമ്പോൾ, കറാമത്ത് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കാലങ്ങളായി കുട്ടികളില്ല, ഒരുപാട് നാളായി വാർദ്ധക്യത്തിലെത്തിയിട്ടും കുട്ടികളില്ലായിരുന്ന സാഹചര്യത്തിൽ പോലും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കറാമത്തുള്ള വലിയത്താണ്, ഇതാ കറാമത്തുകൾ പ്രകടമാകുന്നു എന്നതുകൊണ്ട് അവിടെ അദ്ദേഹം ചോദിച്ചില്ല എനിക്കൊരു കുട്ടിയെ തരണമെന്ന് ചോദിച്ചില്ല. അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് കൊണ്ട് കുട്ടിയെ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചില്ല. മറിച്ച് അല്ലാഹു അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ. ഇത് കണ്ടപ്പോൾ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ എനിക്ക് നിന്റെ പക്കൽ നിന്നുള്ള ഉത്തമമായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്ജിസത്തുകൾ പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്ത കഴിവുകളല്ല, ദിവ്യത്വമല്ല. അതേപോലെ തന്നെ കറാമത്തുകൾ വലിയകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുകളല്ല, ദിവ്യത്വമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അവരിലൂടെ പ്രകടമാക്കുന്നതാണ് എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, വേദക്കാരെ കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, വേദക്കാരെ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ അതിരുകവിയരുത് എന്നാണ്.
സഹോദരന്മാരെ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പിഴച്ച വാദങ്ങൾ അവർക്കുണ്ടാകാനുള്ള കാരണം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് മൂവരിൽ ഒരാളാണ് എന്നും അത് അള്ളാഹു തന്നെയാണെന്നും അള്ളാഹുവിന്റെ പുത്രനാണ് എന്നുമൊക്കെയുള്ള പിഴച്ച വിശ്വാസങ്ങളിലേക്ക് അവർ കടന്നു പോകാനുള്ള കാരണം അവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈസാ വേദക്കാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും, വേദക്കാരെ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിരുകവിയരുത് എന്നുള്ളത്. സഹോദരന്മാരെ, ഏതൊരു സമൂഹത്തിലും ഏതൊരു പ്രവാചകന്മാരുടെ സമുദായത്തിലും ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വന്നത് ആ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം, അവരിലെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അവരുടെ വിഷയത്തിലുള്ള അതിരുകവിയലാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം മുതൽ അവസാനത്തെ മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം വരെയുള്ള മുഴുവൻ സമുദായങ്ങളും പരിശോധിക്കുമ്പോൾ, എല്ലാ പ്രവാചകന്മാരുടെ സമുദായവും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രവാചകന്മാരുടെ സമുദായത്തിലും ശിർക്കൻ വിശ്വാസങ്ങൾ അരിച്ചു കടന്നു വന്നത് ആ സമുദായം ആ പ്രവാചകന്മാരിൽ ആ സ്വാലിഹീങ്ങളിൽ അതിരുകവിഞ്ഞ നിലപാട് സ്വീകരിച്ച് പിന്നെ അവരെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോയതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ പുത്രനായി വാഴ്ത്തപ്പെടുകയും അങ്ങനെ അതിരുകവിഞ്ഞ് ദൈവതുല്യനാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിനെ നസാറാക്കൾ വാഴ്ത്തി പുകഴ്ത്തി അതിരുകവിഞ്ഞതുപോലെ നിങ്ങൾ എന്റെ വിഷയത്തിൽ അതിരുകവിയരുത്. ഞാനൊരു അടിമ മാത്രമാണ്, ഫഖൂലു അബ്ദുല്ലാഹ്, ഞാനൊരു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയേണ്ടത് ഞാൻ അല്ലാഹുവിന്റെ ദാസനും ഒരു പ്രവാചകനുമാണ്, അല്ലാഹുവിന്റെ ദൂതനുമാണ് എന്നത് മാത്രമാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സഹോദരന്മാരെ, ഈ സമുദായത്തിലും ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വന്നത് പ്രവാചകന്മാരെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്ന, കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ അവരുടെ മുമ്പിൽ പോയി കുട്ടികൾ ചോദിക്കുന്ന, രോഗങ്ങൾ മാറാതെ വരുമ്പോൾ അവരുടെ മുമ്പിൽ പോയി രോഗം മാറാൻ ശിഫ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ സമുദായം വഴിപിടിച്ചു പോകാനുള്ള കാരണം അവരുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞവരാണ്. അവരുടെ വിഷയത്തിൽ അവർ അല്ലാഹുവിനോട് കൂടുതൽ സാമീപ്യം ലഭിച്ചവരും, അവരെന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്നും അല്ലാഹുവിന്റെ അടുക്കൽ ഇവർക്ക് വലിയ സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ ഇവരോട് എന്തും പ്രാർത്ഥിക്കാം എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിലൂടെ നിർവഹിച്ചു തരാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ ഔലിയാക്കളെ വാഴ്ത്തി പുകഴ്ത്തി വേദക്കാർ വഴിപിടിച്ചതുപോലെ, വേദക്കാർ അതിരുകവിഞ്ഞതുപോലെ അങ്ങേയറ്റം അതിരുകവിയുന്ന സാഹചര്യങ്ങൾ എത്ര ആളുകളുടെ വിഷയത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. CM മടവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേവലം ഒരു നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാത്ത, നോമ്പ് പോലും കൃത്യമായി നിർവഹിക്കാത്ത, അതേപോലെ തന്നെ നന്മകളിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വാഴ്ത്തി പുകഴ്ത്തി അവസാനം അള്ളാഹുവിന്റെ മഹത്തായ സിംഹാസനവും അള്ളാഹുവിന്റെ മഹത്തായ കുർസിയുമെല്ലാം ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ്. മാലിക്കുൽ മുൽക്കാണ്, മുദബ്ബിറുൽ ആലമാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്താവാണ് CM മടവൂർ എന്ന് വാഴ്ത്തി പുകഴ്ത്തി ആ ഒരു സ്ഥാനം വരെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ ഓരോരുത്തരെയും ചെറിയ തോതിൽ ഇസ്ലാം പഠിപ്പിച്ച തോതിൽ നിന്നപ്പുറത്തേക്ക് വാഴ്ത്തി പുകഴ്ത്തിയിട്ടാണ് ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ശിർക്കൻ വിശ്വാസങ്ങൾ ചെന്നെത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർ ഈ നിലക്ക് വാഴ്ത്തി പുകഴ്ത്തിയാണ് അദ്ദേഹത്തെ ദൈവപുത്രനാക്കി മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ വാസ്തവമല്ലാത്തത് നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ്, ഈസാ ഇബ്നു മറിയം അല്ലാഹുവിന്റെ ഒരു ദൂതനാണ്, അല്ലാഹുവിന്റെ ഒരു ദൂതനാണ്, അല്ലാഹുവിന്റെ പുത്രനല്ല, അല്ലെങ്കിൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, മറിച്ച് ഒരു അള്ളാഹുവിന്റെ ദൂതനാണ്. മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. അത് ദൈവത്തോളം വളർത്താനുള്ള പ്രത്യേകതയല്ല. ആ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്താണ്. മറിയം ബിവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹുവിന്റെ കലിമത്ത്, അഥവാ കുൻ എന്ന വാചകം കൊണ്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് കുൻ എന്ന് പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുൻ എന്ന വാചകത്തിലൂടെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അൽഖാഹ വ കലിമതുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ്, അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ്. ബാക്കിയുള്ള സൃഷ്ടികളെ പോലെ തന്നെ എല്ലാം അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള റൂഹുകളാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പ്രത്യേകമായി പിന്നെ റൂഹും മിൻഹു എന്ന് പറയാനുള്ള കാരണം
അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്ത ഒരു പ്രത്യേകതയാണ്. എന്താണത്? പിതാവില്ലാതെ ജനിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആ റൂഹിനെ ചേർത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചേർത്തി പറയുന്നതിന് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് പള്ളികളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനങ്ങളെന്ന്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നാഖത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഒട്ടകങ്ങളെന്നാണ്. മദീനയെ കുറിച്ച് അള്ളാഹു, മക്കയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ബൈത്തുല്ലാഹ്, ബൈത്തി എന്റെ ഭവനമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ആ നിലക്ക് അള്ളാഹുവിലേക്ക് ഏതെങ്കിലും വസ്തുക്കളെ, ഏതെങ്കിലും സൃഷ്ടികളെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിന്റെ പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട് എന്നത് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു അഹ്ലുൽ കിതാബിനോട് പറയുകയാണ്, ഫആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കേണ്ട രൂപത്തിൽ, വിശ്വസിക്കേണ്ട കോലത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുക. ബാക്കിയുള്ള ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അതുകൊണ്ട് വറസൂലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, ത്രിത്വം എന്ന് നിങ്ങൾ പറയരുത്. മൂവരിൽ ഒരാളാണ് അള്ളാഹു എന്നോ അല്ലെങ്കിൽ പിന്നെ ത്രിയേകത്വമെന്നോ നിങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇൻതഹു ഖൈറൻ ലക്കും, നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. ഇതോടുകൂടി നിങ്ങൾ അവസാനിപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ആരാധ്യനാകുന്നു. സുബ്ഹാനഹു അയകൂന ലഹു വലദ്, അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി, എല്ലാം ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളത് എല്ലാം മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽ മറ്റാർക്കും പങ്കുകളില്ല. അത് മറ്റൊരു സൃഷ്ടികൾക്കും അതിൽ ഉടമസ്ഥാവകാശമില്ല. വകഫാ ബില്ലാഹി വകീല, എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതിയായവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ച ആളുകൾ പരലോകത്ത് കണ്ടുമുട്ടുന്ന, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടുന്ന സാഹചര്യമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും. അല്ലാഹു പറയുന്നു, വഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കും, മറിയമിന്റെ മകൻ ഈസാ, നീയാണോ എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ജനങ്ങളോട് പറഞ്ഞത്, ആരാധ്യരായി സ്വീകരിക്കൂ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാനാണ് അല്ലാഹുവേ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അത് അറിയുമായിരുന്നുവല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, എന്റെ മനസ്സിലുള്ളത് നീ അറിയുന്നു, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീയാണ് അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി, നീ എന്നോട് കൽപ്പിച്ചത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? അനിഅബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ എന്നത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലമത്രയും ഞാൻ അതിൽ സാക്ഷിയായിരുന്നു. അതിനുശേഷം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ ഉയർത്തിയതിനു ശേഷം, ആകാശത്തിലേക്ക് പൂർണ്ണമായും എന്നെ ഏറ്റെടുത്തതിന് ശേഷം നീയാണ് അവരിൽ മേൽനോട്ടക്കാരനായി ഉണ്ടായിരുന്നവൻ. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷി വഹിക്കുന്നവനാകുന്നു എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന കാലമത്രയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിരുന്നു. ഓരോ പ്രവാചകന്മാരും മരണപ്പെട്ടതിന് ശേഷമാണ് ആ സമൂഹം, ആ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത വിശ്വാസങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് സമൂഹത്തെ പറഞ്ഞു പറ്റിച്ച് അത്തരം വിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ പരലോകത്ത് ഹൗദിന്റെ കരയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഭാഗം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരും, അവർ ഇടതുഭാഗത്തു കൂടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ പറയും, അസ്ഹാബി, അല്ലാഹുവേ, അതിന്റെ സമുദായമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, പ്രവാചകരെ, താങ്കളുടെ കാലത്തിന് ശേഷം ഇവരെന്തൊക്കെയാണ് താങ്കളുടെ മതത്തിൽ കൂട്ടിക്കടത്തിയത് എന്ന് താങ്കൾക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ പറയും, കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അല്ലാഹുവേ, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലമത്രയും ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എന്നെ ഏറ്റെടുത്തതിന് ശേഷം പിന്നെ നീയാണ് അവരിൽ
മേൽനോട്ടക്കാരനായി ഉണ്ടായിരുന്നവൻ നീ എല്ലാ ആദർശ കാര്യങ്ങളും അറിയുന്നവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ആ നിലക്ക് വഴിപിഴച്ചു പോകുന്ന സമൂഹം പ്രവാചകന്മാരെ ആരാധ്യന്മാരാക്കി മാറ്റുന്നതും അതേപോലെ തന്നെ അവർ പഠിപ്പിക്കാത്തത് സമൂഹത്തിൽ പഠിപ്പിച്ച് തെറ്റായ ദിശയിലേക്ക് സമൂഹങ്ങളെ കൊണ്ടുപോകുന്നതെല്ലാം അവരുടെ കാലശേഷങ്ങളിലാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ആരാധനകൾ എങ്ങനെ അർപ്പിക്കണം, വിശ്വാസങ്ങൾ എങ്ങനെയാകണം എന്നത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ ചെല്ലുകൾ നമ്മുടെ മുമ്പിൽ കൃത്യമായുണ്ട്. അത് ഏതൊക്കെ രൂപത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ രൂപീകരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആനിനനുസരിച്ച് കർമ്മങ്ങൾ രൂപീകരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധമാവുക. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ദൈവത്തിന് പുത്രൻ ലഭിച്ചു, ജനിച്ചു എന്ന് വിശ്വസിക്കുകയും അങ്ങനൊരു ദിവസത്തെ ക്രിസ്തുമസായി ക്രൈസ്തവർ ആഘോഷിക്കുന്ന ഒരു സുദിനം, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷത്തിൻ്റെ സുദിനം ഇന്ന് പതില മുസ്ലിങ്ങളുടെയും ആഘോഷത്തിൻ്റെ സുദിനമായി മാറിയിരിക്കുകയാണ്. ക്രിസ്തുമസ് കടന്നു വരുമ്പോൾ വീടുകൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും അന്നേ ദിവസം കേക്ക് മുറിച്ചും മുസ്ലിങ്ങൾ ആഘോഷിക്കുകയാണ്. ഒരു വേള ക്രൈസ്തവർ ആഘോഷിക്കുന്നത് പോലെ പലരും അതിന്മേലെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും മാടിയും പാടിയുമൊക്കെ ആ ദിവസങ്ങളെ സജീവമാക്കുന്ന സാഹചര്യങ്ങൾ. ആ ദിവസങ്ങൾ പ്രത്യേകമായി ഗ്രീറ്റിംഗ്സുകൾ കൈമാറുന്നു, സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന് പുത്രൻ ജനിച്ചു എന്ന് പറയുന്ന ഒരു ദിവസം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ദിവസത്തെയാണ് ഈ മുസ്ലിങ്ങളിലെ ചില ആളുകളെങ്കിലും ചില വിഭാഗങ്ങളെങ്കിലും ഈ നിലക്ക് ആഘോഷിക്കുന്നത്. എന്നാൽ ആ ദിവസത്തെക്കുറിച്ച്, അങ്ങനെ ഒരു വാദത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖാലു ഇത്തഖദുർ റഹ്മാനു വലദ, അവർ അല്ലാഹു പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അപ്രകാരം പറയുന്നവരെ തീർച്ചയായും നിങ്ങൾ ഗുരുതരമായ ഒരു കാര്യമായിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. തകാലു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ. ആ വാദം, അള്ളാഹുവിന്റെ സന്താനം, അള്ളാഹു ഒരു പരമകാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാദമുണ്ടല്ലോ, ആ വാദം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, മനുഷ്യരും ജിന്നുകളും അല്ലാത്ത മുഴുവൻ സൃഷ്ടികളും, ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടികളും ഈ ഒരു വാദം കൊണ്ട് നടുങ്ങിയിട്ടുണ്ട്, അതിശക്തമായി നടുങ്ങിയിരിക്കുന്നു എന്ന് മഹാനായ ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്. അത്രയും ഗുരുതരമായ ഒരു വാദമാണ്. അങ്ങനെ ഒരു വാദം പറയുന്ന, അങ്ങനെ ഒരു സന്താനം ജനിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന ഒരു ദിവസത്തെ ആഘോഷിക്കുമ്പോൾ നമ്മളതിനെ സന്തോഷം കൈമാറുകയാണ്, നമ്മളതിന് ആശംസകൾ പറയുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ വിശ്വസിക്കുകയും അവരാചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തതാണ്. അത് അവരുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥതയുടെ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്നതാണ്. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ അടിസ്ഥിതമായ ഈ ആഘോഷത്തിൽ സന്തോഷം കൈമാറാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ ആദർശത്തോട്, നമുക്ക് നമ്മുടെ വിശ്വാസത്തോട് എന്ത് കൂറും എന്ത് ആത്മാർത്ഥതയുമാണുള്ളത്. അവർക്ക് അവരുടെ വിശ്വാസത്തോട് ആത്മാർത്ഥതയുള്ളത് പോലെ എന്ത് ആത്മാർത്ഥതയാണ് നമുക്ക് നമ്മുടെ വിശ്വാസത്തോടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും പണയപ്പെടുത്തി അത്തരം ആഘോഷങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം ആഘോഷങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ വിശ്വാസം ജീവിതത്തിൽ പൂർണ്ണമായും പ്രകടിപ്പിച്ച് ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.